ചേട്ടാ വിളി കേൾക്കുന്നുണ്ടോ എന്നുള്ളത് തട്ടി വിളിച്ച് നോക്കുക. ഇയാൾ വിളി കേൾക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ, കൈകാലം ഇളക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടാവും. കാർഡിയക് അറസ്റ്റ് ജിമ്മിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഇപ്പോൾ, അല്ലേ? നിങ്ങൾ കുറേ ടി വിയിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാൻ ഉള്ള ഒരു കാരണം എന്തായിരിക്കും? ഒരു കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം ഏജ് ഒരു ഫാക്ടറാണ്, അല്ലേ? ഇപ്പോൾ ഒരു 40 വയസ്സിൻ്റെ മേലെ ഉള്ള ഒരാളാകുമ്പോൾ അയാൾ ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന മാതിരി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലേ? ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 220 മൈനസ് ഏജ് ആണ് ടാർഗറ്റ് ഹാർട്ട് റേറ്റ് ഫോർ ആ പേഴ്സൺ. ഇപ്പോൾ 40 വയസ്സായ ഒരാളാണെങ്കിൽ അവരുടെ ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എത്രയാണ്? 180. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 220 മൈനസ് ഏജ് ഈസ് 180. 180 ആണ് ഹാർട്ട് റേറ്റ് മാക്സിമം അയാൾക്ക് പോകാൻ പാടുള്ളൂ. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ മാക്സിമം വെയിറ്റ് എടുപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ മാക്സിമം കാർഡിയോ ചെയ്യിപ്പിക്കുമ്പോഴോ അവരുടെ ഹാർട്ട് റേറ്റ് വല്ലാണ്ട് കൂടി പോകും. ആ 180ൻ്റെ അടുത്ത് വരുമ്പോൾ 100% ആയി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒരു 50 വയസ്സിൻ്റെ മേലുള്ള ഒരാൾ ആ 100%ൽ പോകുമ്പോൾ അത്ര സേഫ് അല്ല അത്. ഞാൻ പറഞ്ഞു മനസ്സിലായി, 50 വയസ്സിൻ്റെ മേലുള്ള ആൾക്കാർക്ക് ആ ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് ആണെങ്കിൽ പോലും ആ 100% പോകുന്നത് നല്ലതല്ല. ഞാൻ പറഞ്ഞ പോലെ അതിനാണ് നമ്മൾ സോൺ 1, 2, 3, 4 എന്ന് പറഞ്ഞ സോൺസ് ഉണ്ട്, ഓരോ ഭാഗമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതായത് സോൺ 1 എന്ന് പറഞ്ഞാൽ 50% to 60% ഓഫ് ടാർഗറ്റ് ഹാർട്ട് റേറ്റ് അച്ചീവ് ചെയ്യുള്ളൂ. ചെറിയ കാർഡിയൊക്കെ ചെയ്യില്ല, ചെറിയ ജോക്കിംഗ് ഒക്കെ ചെയ്യുന്ന അതാണ് ബേസിക്കലി ആ സോൺ 1 എന്ന് പറയുന്നത്. സോൺ 2 എന്ന് പറയുന്നത് 60 to 70% അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ സോൺ 2. സോൺ 3 എന്ന് പറയുമ്പോൾ 70 to 80% ഓഫ് ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ്. ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ടോ? ആ 180ൻ്റെ 70%, 80% എന്നാണ് ഉദ്ദേശിക്കണേ. ഓക്കെ, അതേമാതിരി തന്നെ സോൺ 3, സോൺ 4 എന്ന് പറയുമ്പോൾ 80 to 90%. സോൺ 4 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായി, ഇല്ലെന്നാൽ 100%. ഈ 100% ഭയങ്കര റിസ്ക്കാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ 50 ഇയർ എബോവ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പറയേണ്ടത് എന്താ? ഹാർട്ട് റേറ്റ് അച്ചീവ് ചെയ്യേണ്ടത് സോൺ 1ഉം 2ഉം മാക്സിമം 3 അതിൻ്റെ മേലോട്ട് പോകണ്ട. അതായത് 70% to 80% മതി ഹാർട്ട് റേറ്റ്, ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ്. അതിൻ്റെ മേലോട്ട് പോകണ്ട. ഇതേമാതിരി തന്നെ ആയിരിക്കും ഒരാളിപ്പോൾ ബിഗിനറായിട്ട് വരികയാണ്, അല്ലേ? ഒരു പുതിയൊരാൾ വരിക ജോയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കും, അവരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കും ട്രെയിനേഴ്സ്. ഭയങ്കര ഡേഞ്ചറസാണ്, വോമിറ്റ് ചെയ്യും ചിലവർ, അല്ലേ? അതൊന്നും ചെയ്യിക്കരുത്. കാരണം അതിൻ്റെ അർത്ഥം അവരെ ബോഡി അതിനങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ റൂൾ ഓഫ് 10% ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വീക്കിലും 10% വെച്ച് ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ അവരെ. മനസ്സിലായോ പറയുന്നത്? 10% വെച്ചിട്ട് അവരെ ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് അവർക്ക് വെയിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ കാർഡിയോ ചെയ്യിക്കാനോ പാടില്ല. മെല്ലെ ഞാൻ പറഞ്ഞല്ലോ ഈ സോൺ 1. അപ്പോൾ ആ സോൺ 1ൽ മാക്സിമം ഈ ബിഗിനേഴ്സിനെ ചെയ്യിപ്പിക്കുക. അതേമാതിരി തന്നെ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു പനി കഴിഞ്ഞിട്ട് ഒരാൾ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വരികയാണ്. അയാൾ നല്ല ചെയ്യുന്ന ആളാണ്, പക്ഷേ വൈറൽ ഫീവർ കഴിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പനി പിടിച്ച് അല്ലെങ്കിൽ അസുഖമായിട്ട് കുറച്ച് ദിവസം ലീവായി. നിങ്ങൾക്കറിയാം അവർ ലീവിലാണ്. അപ്പോൾ അവരോടും ക്ലിയർ ആയിട്ട് പറയാം, നിങ്ങളെ ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് ഇതാണെങ്കിൽ പോലും നിങ്ങൾ സോൺ 1 വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടാർഗറ്റ് 50% ഓഫ് യുവർ ടാർഗറ്റ് ഹാർട്ട് റേറ്റിൻ്റെ എത്തിച്ചാൽ മതി ആ 2 വീക്സിന്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇവരെ ഹാർട്ട് റിതം മാറി താളം തെറ്റി അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്നത്. ചിലർ വാമപ്പ് ചെയ്യാണ്ട് പെട്ടെന്ന് കയറിയിട്ട് വെയിറ്റൊക്കെ എടുക്കും. ഓക്കെ, അപ്പോൾ അതിന് വാമപ്പ് ഇന്ന രീതി ചെയ്യണം എന്നൊന്നുമില്ല. മെയിനായിട്ട് സ്ട്രെച്ച് നന്നായി ചെയ്യണം, മസിൽസ് സ്ട്രെച്ച് ചെയ്യണം. ഈ വാമപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ മസിൽസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനാണ്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ആ മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവും, പെട്ടെന്ന് ഡാമേജ് ആവില്ല. അതാണ് ബേസിക് ഉദ്ദേശം. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒരാൾ ഇത് ചെയ്യുമ്പം അവരെ ഡിസ്കറേജ് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറയുക, വാമപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറയുക. അതേമാതിരി തന്നെ പോകുന്നതിൻ്റെ മുന്നേ കൂൾ ഡൗൺ ചെയ്യാൻ പറയുക. അത് ഇമ്പോർട്ടൻ്റാണ്. കാരണം അത് പ്രത്യേകിച്ച് ഏജ് ഉള്ള ആൾക്കാരാണെങ്കിൽ 40+ or 50+ ഉള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് കൂടുതൽ വാമപ്പ് ചെയ്യാൻ പറയണം. കാരണം അവർ മസിൽ ലോസ് ഉള്ള ആൾക്കാരാണ് ഓൾറെഡി. അതേമാതിരി തന്നെ അവർക്ക് ഈ ഫാക്ടർ കുറച്ച് കൂടും. മനസ്സിലായി? അപ്പോൾ അവർക്ക് വാമപ്പ് കൂടുതലാണ് വേണ്ടത്. പിന്നെ അവർ ചെയ്യുന്ന പോസ്റ്റേഴ്സ് കറക്റ്റാണോ നോക്കണം. വെയിറ്റ് ഓവറായിട്ട് എടുക്കുന്നതിലല്ല, ആ കറക്റ്റ് ഫോമിൽ ചെയ്യുന്നതിലാണ് കാര്യം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബാക്ക് ബെൻഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഇപ്പം വല്ല വെയിറ്റ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡെഡ് ലിഫ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ കണ്ടില്ലേ ഒരു ഷേപ്പിൽ ബാക്ക് ബെൻഡ് ചെയ്തെടുക്കുമ്പോൾ 40 to 60% ബാക്കിലേക്ക് ഇത് പോവാണ്, പെർസെൻറ്റേജ് വെയിറ്റ് പോവുക. ഭയങ്കര ഡേഞ്ചറസാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരിക്കലും അവർക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവർക്ക് ജിമ്മിൽ വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. വെയിറ്റ് ഓവറായിട്ട് എടുക്കുന്നതിലല്ല,
ആ വെയിറ്റ് എടുക്കുന്ന സ്റ്റൈലിലാണ് കാര്യം എന്നുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആൾ ബോധം പോയി താഴെ വീണ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇയാളെ തട്ടി വിളിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഷോൾഡറിൽ ചേട്ടാ വിളി കേൾക്കുന്നുണ്ടോ എന്നുള്ളത് തട്ടി വിളിച്ച് നോക്കുക. ഇയാൾ വിളി കേൾക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ, കൈകാലം ഇളക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൾ ഫോർ ഹെൽപ്പ്. പെട്ടെന്നൊരു ആംബുലൻസ് വിളിക്കാൻ പറയാം. പക്ഷേ നിങ്ങൾ വേറെ എവിടെയും പോകരുത്, നിങ്ങളവിടെ ആവശ്യമുണ്ട്. ഓക്കെ, സോ വേറൊരാളോട് ആംബുലൻസ് വിളിക്കാനോ അല്ലെങ്കിൽ അലേർട്ട് ചെയ്യാൻ പറയാം, എമർജൻസി അലേർട്ട് ചെയ്യാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കൈ ഈ ഹീലിൻ്റെ ഭാഗം, കൈയിൻ്റെ ഒരു ഹീലിൻ്റെ ഭാഗം സെൻറ്റർ ഓഫ് ദ ചെസ്റ്റിൽ വെക്കുന്നു, മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് റിസ്റ്റും ഷോൾഡറും ഒരേ രീതിയിൽ ഒരേ ലെവലിൽ നിൽക്കുന്ന മാതിരി വെച്ചിട്ട് ഫുൾ ബോഡി വെയിറ്റ് ഇട്ടിട്ട് ശക്തമായിട്ട് ഒരു 2 ഇഞ്ചെങ്കിലും താഴേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, സോ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, ഒരു ലൈവ് ആളായതുകൊണ്ട്. സോ 1 2 3 എന്ന് പറഞ്ഞിട്ട് ആ ഫോഴ്സ് നന്നായിട്ട് കൊടുക്കണം. ഈ ഷോൾഡറിനോ അല്ലെങ്കിൽ എൽബോ എന്നല്ല ഫോഴ്സ് വരേണ്ടത്. ഫോഴ്സ് വരുന്നത് ഹിപ്പ് എന്നാണ്, അതായത് ബോഡി വെയിറ്റ് ഇടുന്നത്. അപ്പോൾ ബെൻഡ് ആവാൻ പാടില്ല, കൈ ബെൻഡ് ആവരുത്, റിസ്റ്റ് ബെൻഡ് ആവരുത്. സ്പീഡ് 100 to 120 സ്പീഡിലാണ് ചെയ്യേണ്ടത്. ഒരു മിനിറ്റിൽ 100 എണ്ണമെങ്കിലും മിനിമം വരണം. അപ്പം സ്പീഡ് ഏകദേശം 1 2 3 4 5 6 ആ സ്പീഡിൽ പോകണം. അതേമാതിരി തന്നെ മിനിമം 2 ഇഞ്ചെങ്കിലും താഴെ പോകണം. ഇത് എത്ര നേരം ചെയ്യുമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ അല്ലെങ്കിൽ വേറെ ഹെൽപ്പ് വരുന്നവരെയോ. നിങ്ങളുടെ അടുത്ത് AED ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ആ AED എടുക്കുക, ഇത് ഓൺ ചെയ്യുക. ഇതിന് 2 പാഡ് ഉണ്ട്, ഒരു പാഡ് റൈറ്റ് ചെസ്റ്റിലും ഒരു പാഡ് ലെഫ്റ്റ് ചെസ്റ്റിലും അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇത് പറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഇത് പറയും. അതായത് ഷോക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ മാത്രമേ ഇത് പറയുള്ളൂ ഷോക്ക് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഇത് പറയുകയാണെങ്കിൽ മാത്രം, ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണെങ്കിൽ ഷോക്ക് അതിനെ കൊടുക്കും. നിങ്ങൾ ചെയ്യേണ്ടത് തൊടാതിരിക്കുക, ആളെ തൊടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഷോക്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഷോക്ക് കൊടുത്തു എന്നുള്ളത് പറയും. ആൻഡ് CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഞാൻ നേരത്തെ ഹാർട്ട് റേറ്റ് പറഞ്ഞു, ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞു. ഈ ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് സ്പെഷ്യൽ ആൾക്കാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, മനസ്സിലായി. അപ്പോൾ ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അത് കഴിക്കുന്ന ആൾക്കാരുടെ ഹാർട്ട് റേറ്റ് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏജ് മൈനസ് 220 മൈനസ് ഏജ് ആണ് ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് അല്ലേ. അപ്പോൾ ആ ടാർഗറ്റഡ് ഹാർട്ട് റേറ്റ് അച്ചീവ് ആവില്ല ഏത് ഈ ബീറ്റാ ബ്ലോക്കേഴ്സ് കഴിക്കുന്ന ആൾക്കാർക്ക്. ജിമ്മിൽ എല്ലാവരും മസിൽ ഉണ്ടാക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഇപ്പോൾ യങ്സ്റ്റേഴ്സ് അർണോൾഡിനെ കണ്ടിട്ടും അങ്ങനെ ഭയങ്കര മസിൽസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിനേഴ്സിനോട് പറയും എനിക്ക് സ്റ്റീറോയിഡ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റീറോയിഡ് എടുക്കും. എന്നിട്ട് കുറേ ബോഡി ഉണ്ടാക്കും. ചില ആൾക്കാർ അതിൽ മരണപ്പെടുന്നുമുണ്ട്. അപ്പോൾ അത്തരം ഡ്രഗ്സ്, അതായത് സ്റ്റീറോയിഡ്, അനബ്ലോക്ക് സ്റ്റീറോയിഡ്സും ഗ്രോത്ത് ഹോർമോൺസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതൊന്നും ഒരിക്കലും ലോങ് സ്റ്റാൻഡിൽ നിൽക്കില്ല. കുറച്ച് കഴിയുമ്പം എന്തായാലും ബോഡിക്ക് അത് റിയാക്ഷൻ വരും.